2024 നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ നമുക്കും വന്നൊരു കുട്ടി പറഞ്ഞൊരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുമാണ് ഈ ഒരു പ്രോഗ്രാം. അതായത് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇതിന് മുൻ വർഷത്തെ കുട്ടികളുടെ അനുഭവങ്ങൾ, അതായത് നമ്മുടെ വിജയിച്ച കുട്ടികളുടെ അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ എനിക്ക് റാങ്ക് 140ലേക്ക് എത്തി എന്ന് പറഞ്ഞ ഒരു കുട്ടീനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പേരെങ്ങനെയായിരുന്നു? ജലീഷ ബബ്നു. ജലീഷ ബബ്നു എന്നാണ് ആളുടെ പേര്. അദ്ദേഹത്തിന്റെ റാങ്ക് നമുക്ക് ആദ്യം ചോദിക്കാം. ജലീഷ റാങ്ക് എത്രയാണ്? 140 ആണ് ജലീഷയുടെ റാങ്ക്. 140 ഓൾ ഇന്ത്യ. അപ്പൊ ജലീഷയോട് തന്നെ ചോദിക്കാം. ജലീഷ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഹൈലൈറ്റ്. ജലീഷ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാവും. കാരണം അതിപ്പോൾ ജലീഷനെ വിളിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്താൻ കാര്യം, ജലീഷ ഇന്നിപ്പോൾ അതായത് നമ്മുടെ ഒരു പ്രോഗ്രാം, നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ജലീഷ സംസാരിച്ച് ജലീഷയുടെ പ്രചോദനം എന്ന് പറയുന്നത് ഇതിനു മുൻപ് കേട്ട ആളുകളുടെ അനുഭവങ്ങളാണ് എന്നാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം. ആദ്യം നമുക്ക് ജലീഷയുടെ ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിക്കാം. ജലീഷയുടെ നാട് എവിടെയാണ്? ഞാൻ മലപ്പുറം. മലപ്പുറമാണ് ജലീഷയുടെ നാട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഉമ്മമ്മയുണ്ട്, കാക്കയുണ്ട്, അനിയനുണ്ട്. വലിയ ഫാമിലിയാണ്. മാത്രമല്ല ജലീഷ ഇവിടുത്തെ ഏത് പ്രോഗ്രാമിലാണ് ഉണ്ടായിരുന്നത്? ബ്രില്യന്റിന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. റിപ്പീറ്റർ ക്ലാസ്സിലാണ് നമ്മുടെ ജലീഷ പഠിച്ചത്. അപ്പൊ ജലീഷ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തുടങ്ങാം. ജലീഷ ഇന്നിപ്പോ ചൂടോടുകൂടി നമ്മൾ കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എന്റെ പ്രചോദനം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അനുഭവങ്ങൾ പറഞ്ഞ വ്യക്തികളാണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാം. അതായത് ഞങ്ങള് കഴിഞ്ഞ തവണ വന്ന ടൈമില് ഇവിടെ ഇതേപോലെ ഞങ്ങൾക്ക് ഇന്ന് സംഘടിപ്പിച്ച പ്രോഗ്രാം പോലെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു അന്നത്തെ ടോപ്പേഴ്സിനെ വെച്ചിട്ട്. അപ്പോൾ അവരിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ പ്രൗഡ് ഫേസ് ഒക്കെ കാണുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, പ്രചോദനമായി മാറിയത്. എനിക്കും അടുത്ത തവണ ഇങ്ങനെ നിന്ന് പറയാൻ പറ്റണമെന്ന്. അതായത് ആ ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഒരുപക്ഷെ ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചത് കേട്ട് ഇങ്ങനെ ആരെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുമോ? അടുത്ത കൊല്ലത്തെ ഇന്റർവ്യൂവിൽ നമുക്ക് കേൾക്കാനായിട്ട് ഭാഗത്തിന് ആൾക്കാരുണ്ടാവണം. അപ്പൊ ഇനി എന്താ അടുത്ത പ്ലാൻ? ജലീഷയുടെ പ്ലാൻ എന്താണ്? ഇനി കോളേജ് ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏത് കോളേജാണ് താല്പര്യപ്പെടുന്നത്? ഒന്നെങ്കിൽ ജിബ്ബർ പുതുച്ചേരി പോകണം, അതല്ലെങ്കിൽ കാലിക്കറ്റ് GMC. ഓക്കെ, അതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നിൽക്കാൻ ഒരു ചെറിയ താല്പര്യം കൂടി ഉണ്ട്. വീട്ടുകാർക്ക് ദൂരോട്ട് വിടാൻ ചെറിയൊരു താല്പര്യക്കുറവുണ്ട്. സ്വന്തം നാട്ടിൽ പഠിക്കാൻ പാകത്തിനുള്ള റാങ്കും ഉണ്ടല്ലോ. അപ്പം അഭിമാനം തോന്നില്ലേ ഒരു ഓൾ ഇന്ത്യ എക്സാമിന് നമുക്കിപ്പോ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു 200 റാങ്ക് വന്നു, അല്ലെങ്കിൽ 150 റാങ്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഓൾ ഇന്ത്യ എക്സാമിന് അത്ര റാങ്ക് വന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ? എങ്ങനെ നോക്കി കാണുന്നു നമ്മുടെ റിസൾട്ടിനെയും നമ്മുടെ ബ്രില്യന്റിന്റെ ഒരു കോച്ചിങ്ങിനെയൊക്കെ? സന്തോഷമുണ്ട്. ബ്രില്യന്റ് താങ്ങും തണലും ആയതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇത്രയും ഒരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. എപ്പോ നമ്മൾ താഴോട്ട് പോയാലും ബ്രില്യന്റ് അവിടുന്ന് വീണെടുത്തുനിന്ന് ഉയർത്തി കൊണ്ടുവരുമായിരുന്നു. അയ്യോ, അത് വളരെ സന്തോഷം, കേൾക്കുമ്പോൾ വളരെ സന്തോഷം. അപ്പൊ ജലീഷ, താങ്ക് യു ഫോർ ജോയിനിങ്. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദ വിക്ടറി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.